ആ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ ഊർജ്ജസ്വലമായ നിലപാട് സ്വീകരിക്കും. ഈ കേസ് തന്നെ തള്ളിക്കളയണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയും. സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ മുഖ്യമന്ത്രിയോടും മറ്റും പങ്കുവയ്ക്കാനായി കേരള സംസ്ഥാന മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാരവാഹി നമ്മോടൊപ്പം ഉണ്ട്. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൊലബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയം മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിയോടും അറിയിച്ചിരുന്നു. എന്താണ് അവരുടെ പ്രതികരണം? മുഖ്യമന്ത്രിയോട് ഈ കേരള വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങളെ ചേർക്കുന്നത് അപ്രായോഗികമാണ്, വഖഫിൻ്റെ സ്പിറ്റ് നിരക്കാത്തതാണ് എന്ന് ഞങ്ങൾ അറിയിക്കുകയും അങ്ങനെ സുപ്രീം കോടതിയിലുള്ള ഈ കേസ് തള്ളിക്കളയണമെന്ന് ആണ് ഗവൺമെൻറ് നിലപാടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് മറുപടി പറയുകയും ചെയ്തു. ആ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ ഊർജ്ജസ്വലമായ നിലപാട് സ്വീകരിക്കും. ഈ കേസ് തന്നെ തള്ളിക്കളയണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുണ്ടായി. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ അംഗങ്ങളെ നിയമിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അതെ, അതായത് കേരള വഖഫ് ബോർഡിലെ 2 മുസ്ലിങ്ങളെ നിയമിക്കണം എന്ന പാർലമെൻറ്റ് പാസാക്കിയ നിയമം കേരളത്തിൽ അത് ബാധകമല്ല, തമിഴ്നാടിൽ ബാധകമല്ല എന്ന് തമിഴ്നാട് MK സ്റ്റാലിൻ്റെ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ആ നിലപാട് തന്നെയായിരിക്കണം കേരള ഗവൺമെൻറ്റും സ്വീകരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ആവശ്യപ്പെട്ടത്. എന്തായാലും മറ്റു നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് കണ്ടത് ശരിക്കും? മുഖ്യമന്ത്രി VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ വഖഫ് കാര്യമന്ത്രി N ഷംസുദ്ദീൻ സാഹിബ്. സുപ്രീം കോടതിയിൽ നിന്നും ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കൃത്യമായും അത്തരമൊരു നിലപാട് തന്നെ അമുസ്ലിങ്ങളെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കൃത്യമായി VD സതീശൻ ഉറപ്പു നൽകി. എന്തായാലും വഖഫ് ബോർഡിൽ മുസ്ലിം അംഗങ്ങളെ നിയമിക്കില്ല, സുപ്രീം കോടതി വിധി വരുന്നവരെങ്കിലും അതിലേക്ക് പോകില്ല എന്നൊരു ഉറപ്പ് ഇവർക്ക് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. സനോഷ് എസ്ഐക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.